സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. അപ്പോൾ നമ്മൾ 75 ദിവസം 75 ക്ലാസ്സുകളാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇന്ന് 9ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ കാണുന്ന ചില ഇംഗ്ലീഷ് ജോക്സാണ്, ചില തമാശകളാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ തമാശകൾ പഠിക്കുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ആഴത്തിൽ നമ്മളിലേക്ക് പതിയുന്നതാണ്. മറ്റൊരു കാര്യം എന്താണ്, ഏത് ഭാഷ പഠിച്ചാലും നമ്മൾ മിക്കപ്പോഴും ആദ്യം പഠിക്കുന്നത് ഒന്നെങ്കിൽ തെറിയായിരിക്കും അല്ലെങ്കിൽ തമാശകളായിരിക്കും, അല്ലേ? അപ്പോൾ മറ്റൊരു കാര്യം, ഇംഗ്ലീഷ് തമാശകൾ മലയാളം തമാശകളെ വെച്ച് നോക്കുകയാണെങ്കിൽ അതിന് വലിയ സ്റ്റാൻഡേർഡൊന്നുമില്ല. അപ്പോൾ ചിരിച്ചില്ലെങ്കിൽ അതിന് ഉത്തരവാദിത്വം എനിക്കില്ല. നമുക്ക് ശ്രദ്ധിക്കാം എന്തൊക്കെയാണ് ജോക്സ് എന്നുള്ളത്. വെൻ ഐ വാസ് യങ് ഐ ഡിഡ്ന്റ് ലൈക്ക് ഗോയിങ് ടു വെഡ്ഡിങ്സ്. ഞാൻ ചെറുതായിരുന്നപ്പോഴേ എനിക്ക് കല്യാണങ്ങൾക്ക് പോകാൻ ഇഷ്ടമില്ലായിരുന്നു. മൈ ഗ്രാൻഡ് മദർ വുഡ് ടെൽ മീ യു ആർ നെക്സ്റ്റ്. എൻ്റെ വല്യമ്മ പറയരുത് നിൻ്റെയാണ് അടുത്തത്, അല്ലെങ്കിൽ നിൻ്റെ കല്യാണമാണ് അടുത്തതെന്ന്. ഹൗ ഷീ സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്. എന്നാൽ അവൾ അങ്ങനെ പറയുന്നത് നിർത്തി, അല്ലെങ്കിൽ വല്യമ്മ അങ്ങനെ പറയുന്നത് നിർത്തി. ആഫ്റ്റർ ഐ സ്റ്റാർട്ടഡ് സെയിങ് ദ സെയിം തിങ് ടു ഹെർ അറ്റ് ഫ്യൂണറൽസ്. എന്താണ്, ഞാൻ വല്യമ്മയോട് ആ സെയിം കാര്യം ഫ്യൂണറൽസ് എന്താണ്, ശവസംസ്കാരത്തിന് പറയാൻ തുടങ്ങി. എന്താ പറയാൻ തുടങ്ങിയ? യു ആർ നെക്സ്റ്റ്, നിങ്ങളാണ് അടുത്തതെന്നുള്ളത്. നമ്മളിപ്പോൾ പല തമാശക്കൊക്കെ പറയാറില്ലേ, ആരെങ്കിലും മരിച്ചു കിടക്കുമ്പോൾ കണ്ടു പഠിച്ചോണം കേട്ടോ എങ്ങനെയാണ് കിടക്കേണ്ടതെന്ന് എന്ന് പറയുന്നത്. അടുത്ത്, എ മാൻ വാക്സ് ഇൻ ടു എ ഷോപ്പ് ആൻഡ് സീസ് എ ക്യൂട്ട് ലിറ്റിൽ ഡോഗ്. അതായത് ഒരാൾ ഒരു കടയിലേക്ക് നടന്ന് അവിടെ ഒരു ക്യൂട്ട് ലിറ്റിൽ ഡോഗ്, ഒരു ചെറിയ ക്യൂട്ടായിട്ടുള്ള നല്ല രസമുള്ള ഒരു പട്ടിയെ കണ്ടു. ലിറ്റിൽ ഡോഗ്, ഒരു കുഞ്ഞു പട്ടിയെ കണ്ടു. ഹി ആസ്ക്ഡ് ദ ഷോപ്പ് കീപ്പർ. അദ്ദേഹം കടക്കാരനോട് ചോദിച്ചു, ഡസ് യുവർ ഡോഗ് ബൈറ്റ്? നിൻ്റെ പട്ടി കടിക്കുന്നതാണോ? അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ശ്രദ്ധിച്ച് എങ്ങനെയാണ്, ഡസ് യുവർ ഡോഗ് ബൈറ്റ്, അല്ലേ? ഇവിടെ ഡോഗ് സിംഗുലർ ആയതുകൊണ്ടാണ്, അല്ലേ? എങ്ങനെ വന്ന് ഡസ് വന്നു. ഷോപ്പ് കീപ്പർ സേസ് നോ മൈ ഡോഗ് ഡസ് നോട്ട് ബൈറ്റ്. ഇല്ല, എൻ്റെ പട്ടി കടിക്കത്തില്ല. ശ്രദ്ധിക്കുക, അദ്ദേഹം പറഞ്ഞെന്താണ്, എൻ്റെ പട്ടി കടിക്കത്തില്ല. ദ മാൻ ട്രൈസ് ടു പെറ്റ് ദ ഡോഗ്. എന്താണ് വന്നയാൾ എന്ത് ചെയ്തു? പെറ്റ് എന്ന് പറഞ്ഞാൽ ഓമനിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ആ ഓമനിക്കാൻ വേണ്ടി തുടങ്ങി. ആൻഡ് ദ ഡോഗ് ബൈറ്റ്സ് ഹിം. അപ്പോൾ പട്ടി എന്ത് ചെയ്തു? അദ്ദേഹത്തെ കടിച്ചു. ഔച്ച് ഹി സേസ്. ഔച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ സാധാരണ നമ്മൾ അയ്യോ എന്ന് പറയത്തില്ലേ, അത് തന്നെയാണ് ഇംഗ്ലീഷുകാർ ഔച്ച് എന്നാണ് പറയുന്നത്. ഓക്കെ, ഔച്ച്. ഐ തോട്ട് യു സാഡ് യുവർ ഡോഗ് ഡസ് നോട്ട് ബൈറ്റ്. ഞാൻ ഓർത്തോ നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ പട്ടി കടിക്കത്തില്ലെന്നാണെന്നാണല്ലോ. ഇപ്പം ഷോപ്പ് കീപ്പർ റിപ്ലൈസ്, ദാറ്റ്സ് നോട്ട് മൈ ഡോഗ്. അതെൻ്റെ പട്ടിയല്ല. ഞാൻ പറഞ്ഞത് എന്താണ്, എൻ്റെ പട്ടി കടിക്കത്തില്ലെന്നല്ലേ പറഞ്ഞത്, ഇത് വേറെ ഏതോ പട്ടിയാണ്. അടുത്ത്, ഒരു മനുഷ്യൻ ദൈവത്തോടുള്ളൊരു സംസാരമായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദ മാൻ, ഗോഡ് ഹൗ ലോങ് ഈസ് എ മില്യൺ ഇയർ. ദൈവമേ, ഒരു മില്യൺ ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ, ഒരു മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ്, അല്ലേ? 10 ലക്ഷം വർഷം എന്ന് പറഞ്ഞാൽ എത്ര വലുതാണ് അങ്ങേക്ക് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഗോഡ് പറയാണ്, ടു മീ ഇറ്റ്സ് അബൌട്ട് എ മിനിറ്റ്. ഓക്കെ, എനിക്ക് അതൊരു മിനിറ്റ് പോലെയാണെന്നാണ് ഗോഡ് പറഞ്ഞത്. അപ്പോൾ ആ മനുഷ്യൻ പറയാണ്, ഗോഡ് ഹൗ മച്ച് ഈസ് എ $1 million. അങ്ങേക്ക് ഒരു $1 million എന്ന് പറഞ്ഞാൽ എന്തിനാണ്? അപ്പോൾ 1 million എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ്, അല്ലേ? ഇപ്പോൾ നമ്മുടെ ആണെങ്കിലും ഒരു 7 കോടി രൂപ വരും. ഇപ്പോൾ അതെങ്ങനെയാണ് അങ്ങേക്ക്? അപ്പോൾ ഗോഡ് പറയണേ, ടു മീ ഇറ്റ്സ് എ പെന്നി. എനിക്കെന്ന് പറഞ്ഞാൽ ഒരു പെന്നി പോലെയാണ്. അപ്പോഴേ ഒരു പെന്നി, ഒരു സെൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായിട്ടുള്ള, നമ്മളിപ്പോൾ 1 പൈസ എന്ന് പറയത്തില്ലേ, അതുപോലെയാണ്. ഗോഡ് മേ ഹാവ് എ പെന്നി. ഓക്കെ, അങ്ങനെയാണ് എനിക്ക് ആ ഒരു പെന്നി തരാമോ എന്ന് പറഞ്ഞാൽ എനിക്ക് ആ $1 million തരാമോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഗോഡ് പറയണേ, വെയിറ്റ് എ മിനിറ്റ്, ഒരു നിമിഷം വെയിറ്റ് ചെയ്യുക. പക്ഷെ ഒരു നിമിഷം എന്ന് പറയുന്നത് ദൈവത്തിന് എന്തരെയാണ്, 10 ലക്ഷം വർഷമാണല്ലേ ഒരു നിമിഷം എന്ന് പറയുന്നത്. അടുത്ത, 2 പശുക്കൾ തമ്മിൽ സംസാരിക്കുകയാണ്. 2 cows are standing in a field. 2 പശുക്കൾ ഒരു ഫീൽഡിൽ എന്ന് പറഞ്ഞാൽ സ്ഥലം എന്ന് കൂട്ടിയാണ്. ഫീൽഡിൽ നമുക്ക് അങ്ങനെ സ്ഥലം, കൃഷി സ്ഥലം എന്നൊക്കെ പറയാം. One says to the other. ഒരു പശു മറ്റൊരു പശുവിനോട് പറഞ്ഞു, ആർ യു വറീഡ് അബൌട്ട് മാഡ് കൗ ഡിസീസ്? നിനക്ക് മാഡ് കൗ എന്ന് പറഞ്ഞാൽ പശുവിനൊക്കെ ഭ്രാന്ത് പിടിക്കുന്നതിനെ പറ്റി നിനക്ക് വറീസ് ഉണ്ടോ? കാരണം എന്താണ്, ചിലപ്പോൾ നമുക്കും വരാം, അല്ലേ? ആ പശുക്കൾക്കും വരാമെന്നാണ് അവർ പറയുന്നത്. അതിനെപ്പറ്റി നിനക്ക് വല്ല ഉത്കണ്ഠയുണ്ടോ? അപ്പോൾ ദ അതർ വൺ സേസ്, അത് അടുത്ത ആൾ പറയാം, നോ ഇറ്റ് ഡസൻറ്റ് വറി മീ. അതെനിക്ക് വിഷയമല്ല. ഐ ആം എ ഹോഴ്സ്. ഞാൻ ഒരു കുതിരയാണ്. അപ്പോൾ ആ പശുവിന് എന്താ ഉണ്ട്? മാഡ് കൗ ഡിസീസ് ഉണ്ടല്ലേ. ടീച്ചർ, ടുഡേ വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് ടെൻസസ്. ടീച്ചർ പറഞ്ഞു, നമ്മളിന്ന് ടെൻസസിനെ പറ്റിയാണ് സംസാരിക്കുക. അപ്പോൾ ഞാൻ പറയാണ്, നൗ ഇഫ് ഐ സേ, ഞാൻ പറയാണ്, ഐ എം ബ്യൂട്ടിഫുൾ, വിച്ച് ടെൻസ് ഈസ് ഇറ്റ്? ഓക്കെ, ഞാൻ ഒരു സുന്ദരിയാണ് എന്ന് പറയുകയാണെങ്കിൽ അത് ഏത് ടെൻസായി? അപ്പോൾ സ്റ്റുഡൻറ്റ് പറയാണ്, ഒബ്വിയസ്ലി ഇറ്റ് ഇസ് പാസ്റ്റ് ടെൻസ്. തീർച്ചയായിട്ടും അതെന്താണ്, പാസ്റ്റ് ടെൻസ് ആണ്. എന്നാൽ കഴിഞ്ഞു പോയ കാര്യമായിരിക്കും, ഇപ്പോഴങ്ങനെ അല്ല എന്നാണ് ഉദ്ദേശിച്ചത്. There were 3 restaurants on the same block. One day, one of them put up a sign which said best restaurant in the city. അതായത് ഒരു ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രദേശം അല്ലെങ്കിൽ ഒരു കെട്ടിടം എന്നൊക്കെ ഞങ്ങൾ കൂട്ടിയാൽ മതി.
ആ കെട്ടിടത്തിൻ്റെ അവിടെ പിന്നെ 3 റെസ്റ്റോറൻറ്റ്സ് ഉണ്ടായിരുന്നു. ഒരു റെസ്റ്റോറൻറ്റ് എന്ത് ചെയ്തു, വൺ ഡേ വൺ ഓഫ് ദം പുട്ട് അപ്പ് എ സൈൻ, ഒരു ബോർഡ് വെച്ചു. എന്താണ് ആ ബോർഡിൽ എഴുതിയിരുന്നത്? ദ ബെസ്റ്റ് റെസ്റ്റോറൻറ്റ് ഇൻ ദ സിറ്റി, ഈ സിറ്റിയിലെ ഏറ്റവും നല്ല റെസ്റ്റോറൻറ്റ് എന്ന് ഒരു ബോർഡ് വെച്ചു. ദെൻ നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം, ദ ലാർജസ്റ്റ് റെസ്റ്റോറൻറ്റ് ഓൺ ദി ബ്ലോക്ക് പുട്ട് അപ്പ് എ ലാർജസ്റ്റ് സൈൻ. എന്താണ്, അടുത്ത ദിവസം അവിടുത്തെ ഏറ്റവും വലിയ റെസ്റ്റോറൻറ്റ് വേറൊരു സൈൻ, വലിയൊരു സൈൻ വെച്ചിട്ട് എഴുതി ദ ബെസ്റ്റ് റെസ്റ്റോറൻറ്റ് ഇൻ ദ വേൾഡ്, ലോകത്തിലെ ഏറ്റവും വലിയ റെസ്റ്റോറൻറ്റ് എന്ന് എഴുതി. ഓൺ ദ തേർഡ് ഡേ, മൂന്നാമത്തെ ദിവസം, ദ സ്മോളസ്റ്റ് റെസ്റ്റോറൻറ്റ് പുട്ട് അപ്പ് എ സ്മോൾ സൈൻ. മൂന്നാമത്തെ ദിവസം എന്ത് ചെയ്തു, മൂന്നാമത്തെ റെസ്റ്റോറൻറ്റ്, ഏറ്റവും ചെറിയ റെസ്റ്റോറൻറ്റ്, ഒരു ചെറിയ സൈൻ എഴുതി വെച്ചു, വിച്ച് സൈഡ് ദ ബെസ്റ്റ് റെസ്റ്റോറൻറ്റ് ഓൺ ദിസ് ബ്ലോക്ക്, ഈ ബ്ലോക്കിലെ ഏറ്റവും നല്ല റെസ്റ്റോറൻറ്റ്. അതാണ് അതിനകത്ത് തമാശ. ഒരു ദിവസം ഒരു സ്റ്റുഡൻറ്റ് ഇരുന്ന് പരീക്ഷ എഴുതുക, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു എക്സാം എഴുതുക. നമുക്ക് ശ്രദ്ധിക്കാം. വൺ ഡേ സ്റ്റുഡൻറ്റ് വാസ് ടേക്കിംഗ് എ വെരി ഡിഫിക്കൽട്ട് എക്സാം. ഓക്കെ, ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അദ്ദേഹം റൈറ്റിംഗ് എന്നല്ല എഴുതിയിരിക്കുന്നത്, ടേക്കിംഗ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടതാണല്ലേ ടേക്ക് എക്സാം എന്നാണ് എഴുതുന്നത്. At the end of the test, okay, ആ ടെസ്റ്റിൻ്റെ അവസാനം, the professor asked all the students to put their pencils down. ഓക്കെ, പ്രൊഫസർ എന്താ പറഞ്ഞു, എല്ലാവരോടും പെൻസിൽ താഴെ ഇടാൻ പറഞ്ഞു. എന്തെന്ന് പറഞ്ഞാൽ നിർത്താൻ പറഞ്ഞു എന്നാണ് എൻ്റെ അർത്ഥം. ആൻഡ് ഇമ്മീഡിയറ്റ്ലി ഹാൻഡ് ഇൻ ദ ടെസ്റ്റ്, ഹാൻഡ് ഇൻ എന്ന് പറഞ്ഞാൽ കൊടുക്കുക, ടെസ്റ്റിൻ്റെ ആ ഉത്തരം കൊടുക്കാൻ പറഞ്ഞു. ആൻ യങ് മാൻ kept ignored the warning. ഓക്കെ, എന്ത് ചെയ്തു, ഒരു യങ് മാൻ, അദ്ദേഹം ഒന്നും പരിഗണിച്ചില്ല, അത് ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നു. ആൻഡ് ഫിനിഷ് ദ ടെസ്റ്റ് 10 minutes later, 10 മിനിറ്റ് കഴിഞ്ഞാണ് ടെസ്റ്റ് നിർത്തിയത്. ആൻഡ് വെൻ ടു ഹാൻഡ് ഇൻ ദ ടെസ്റ്റ് ടു ഹിസ് ഇൻസ്ട്രക്ടർ. ഓക്കെ, എന്താണ്, പ്രൊഫസറിൻ്റെ അടുത്തുകൊണ്ട് ഈ പേപ്പർ കൊടുക്കാൻ വേണ്ടി ചെന്നു. ദ പ്രൊഫസർ ടോൾഡ് ഹിം ദാറ്റ് ഹി വുഡ് നോട്ട് ടേക്ക് ദ പേപ്പർ. പ്രൊഫസറിനെ പറഞ്ഞു, ഓക്കെ, ഞാൻ നിങ്ങളെ പേപ്പർ വാങ്ങിക്കത്തില്ല എന്ന് പറഞ്ഞു. കാരണം എന്താണ്, 10 മിനിറ്റ് മുമ്പ് നിർത്താൻ വേണ്ടി പറഞ്ഞ അല്ലേ. ദ സ്റ്റുഡൻറ്റ് ആസ്റ്റ്, സ്റ്റുഡൻറ്റ് ചോദിച്ചു, ഡു യു നോ ഹു ഐ ആം, ഞാൻ ആരാന്ന് നിങ്ങൾക്ക് അറിയാവോ? ദ പ്രൊഫസർ സെഡ് നോ ആൻഡ് ഐ ഡോണ്ട് കെയർ. ഓക്കെ, എനിക്കറിയത്തില്ല, പിന്നെ നിങ്ങൾ ആരാണെന്നുള്ളത് എനിക്ക് വിഷയമല്ല. ദ സ്റ്റുഡൻറ്റ് ആസ്റ്റ് അഗെയിൻ, വീണ്ടും ചോദിച്ചു, ആർ യു ഷുവർ യു ഡോണ്ട് നോ ഹു ഐ ആം, അങ്ങേക്ക് ഉറപ്പുണ്ടോ എന്നെ അറിയത്തില്ലെന്ന് അങ്ങേക്ക്? ദ പ്രൊഫസർ അഗെയിൻ സെഡ് നോ, എനിക്ക് അറിയത്തില്ല. സോ ദ സ്റ്റുഡൻറ്റ് വാക്ക്ഡ് ഓവർ ടു ദ പൈൽ ഓഫ് ദി ആൻസർ ഷീറ്റ്. ആ ആൻസർ ഷീറ്റ് ഒക്കെ അടുക്കി വെച്ചിരുന്ന് അങ്ങോട്ട് നടന്നിരുന്നു. എന്നിട്ട് പ്ലേസ്ഡ് ഹിസ് പേപ്പർ ഇൻ ദ മിഡിൽ, അദ്ദേഹത്തിന് ആൻസർ ഷീറ്റ് ആ മിഡിലേക്ക് തള്ളി കയറ്റി. ദെൻ വാക്ക്ഡ് ഔട്ട്. ഇപ്പോൾ പ്രൊഫസർ പറഞ്ഞ ആരാണെന്ന് അറിയത്തില്ലെന്നല്ലേ പറഞ്ഞു. അപ്പോൾ പ്രൊഫസറിന് അറിയത്തില്ല ഇത് ആരാ, ഏതാണ് ഇദ്ദേഹത്തിൻ്റെ പേപ്പർ എന്ന്. ഹി പാസ് ദി എക്സാം വെൻ ദ റിസൾട്ട് കെയിം. റിസൾട്ട് വന്നപ്പോൾ അദ്ദേഹം പാസ്സായി. അതാണ് തമാശ. ഇനി മറ്റൊരു തമാശയാണ്. 2 കുട്ടികൾ തമ്മിൽ ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുക, തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 boys were arguing when the teacher entered the room. ടീച്ചർ എൻ്റർ ചെയ്തപ്പോൾ, ടീച്ചർ വന്നപ്പോൾ 2 പിള്ളേർ തമ്മിൽ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ടീച്ചർ says, why are you arguing? ഓക്കെ, ടീച്ചർ ചോദിച്ചു, നിങ്ങൾ എന്തിനാ തർക്കിക്കുന്നതെന്ന് ചോദിച്ചു. One boy answers, ഒരാൾ പറഞ്ഞു, we found a $10 bill and decided to give it to whoever tells the biggest lie. ഞങ്ങൾക്ക് ഒരു $10 കിട്ടി, അതായത് എവിടെ നിന്നോ കളഞ്ഞ് കിട്ടുകയാണല്ലേ, അതാണ് പറഞ്ഞ് വി ഫൗണ്ട് എന്ന് കണ്ടെത്തി. ആൻഡ് വി ഡിസൈഡഡ്, ഞങ്ങൾ എന്ത് ചെയ്തു, ടു ഗീവ് ഇറ്റ് ടു ഹൂവർ സേസ് ദ ബിഗ്ഗസ്റ്റ് ലൈ, ആരാണോ ഏറ്റവും വലിയ നുണ പറയുന്നത് അവർക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ഷുഡ് ബി അഷെയിംഡ് ഓഫ് യുവർ സെൽഫ്, സെഡ് ദ ടീച്ചർ. എന്ന് പറഞ്ഞാൽ ഇത്ര നാണംകെട്ട പരിപാടിയാണല്ലോ നിങ്ങൾ ചെയ്യുന്നത്. വെൻ ഐ വാസ് ഇൻ യുവർ ഏജ് ഐ ഡിഡ്ന്റ് ഈവൻ നോ വാട്ട് എ ലൈ വാസ്. നിങ്ങളുടെ പ്രായമായിരുന്നപ്പോൾ എനിക്ക് എന്താണ് ഒരു കള്ളമെന്ന് പോലും അറിയത്തില്ലായിരുന്നു. ദ ബോയ്സ് ഗേവ് ദ $10 ടു ദ ടീച്ചർ. അവരെന്ത് ചെയ്തു, ആ ഡോളർ ആർക്ക് കൊടുത്തു, ടീച്ചറിന് കൊടുത്തു. അപ്പോൾ ഇവിടെ 2 പേർ നിൽക്കുകയാണ്. അപ്പോൾ ഒരാൾ വേറൊരാളോട് പറയാണ്, ജസ്റ്റ് ലുക്ക് അറ്റ് ദാറ്റ് യങ് പേഴ്സൺ വിത്ത് എ ഷോർട്ട് ഹെയർ ആൻഡ് ബ്ലൂ ജീൻസ്. ഓക്കെ, അദ്ദേഹത്തെ നോക്കിയാൽ പിന്നെ ബ്ലൂ ജീൻസ്, ചെറുതായിട്ട് മുടിയൊക്കെ വെട്ടി നീല ജീൻസ് ഇട്ടിരിക്കുന്ന ആൾ. ഈസ് ഇറ്റ് എ ബോയ് ഓർ എ ഗേൾ? ഓക്കെ, അതൊരു ആണാണോ പെണ്ണാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അടുത്ത ആൾ പറയാണ്, ഇറ്റ്സ് എ ഗേൾ. അതൊരു പെൺകുട്ടിയാണ്. ഷീ ഈസ് മൈ ഡോട്ടർ. ഓക്കെ, അവൾ എൻ്റെ മോളുമാണ്. അപ്പോൾ അടുത്ത ആൾ, ഐ എം സോറി സർ, ഐ ഡിഡ്ന്റ് നോ ദാറ്റ് യു ആർ ഹർ ഫാദർ. ഓക്കെ, അയ്യോ എനിക്കറിയത്തില്ലായിരുന്നു നിങ്ങൾ ആ പെൺകുട്ടിയുടെ അച്ഛനാണെന്ന്. അന്നേരത്തേനും അടുത്തയാൾ പറയാണ്, ഐ എം നോട്ട്, ഐ എം ഹർ മദർ. ഓക്കെ, ഞാൻ അച്ഛനല്ല അമ്മയാണ്. അപ്പോൾ അമ്മയും അതുപോലെ തന്നെ ഷോർട്ട് ഹെയർ കേട്ടായിരിക്കും നിൽക്കുന്നത്. ഒരാൾ വേറൊരാൾ പറയാണ്, ഹേ മാൻ പ്ലീസ് കോൾ മീ എ ടാക്സി. ഓക്കെ, നിങ്ങളൊരു ടാക്സി വിളിക്കാവോ? ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇംഗ്ലീഷിൽ പ്ലീസ് കോൾ മീ ജസ്റ്റിൻ എന്ന് പറഞ്ഞാൽ എന്നെ ജസ്റ്റിൻ എന്ന് വേണം വിളിക്കാൻ എന്നാണ്. പക്ഷേ നമ്മൾ പ്ലീസ് കോൾ മീ എ ടാക്സി എന്ന് പറഞ്ഞാൽ ഒരു ടാക്സി വിളിക്കാവോ എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് ഒരു കാര്യം തന്നെ 2 രീതിയിൽ പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ അടുത്തയാൾ എന്നെ ജസ്റ്റിനെ എന്ന് വിളിക്കാവോ എന്നുള്ളൊരു അർത്ഥത്തിലാണ് തമാശയായിട്ട് പറഞ്ഞത്, യെസ് സർ യു ആർ എ ടാക്സി, നിങ്ങളൊരു ടാക്സിയാണ്. ടാക്സി എന്ന് വിളിക്കാവോ എന്നല്ലേ ചോദിച്ചത്, ഇതേപോലെയാണ് നിങ്ങളൊരു ടാക്സിയാണ്. ഒരു സ്റ്റുഡൻറ്റ് ടീച്ചറിനോട് ചോദിക്കുകയാണ്, വുഡ് യു പണിഷ് മീ ഫോർ സംതിങ് ഐ ഡിഡ്ന്റ് ഡു? നിങ്ങൾ ചെയ്യാത്ത കാര്യത്തിന് എന്നെ ശിക്ഷിക്കുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ഓഫ് കോഴ്സ് നോട്ട്, ചെയ്യാത്ത കാര്യത്തിന് ശിക്ഷിക്കത്തില്ല. സ്റ്റുഡൻറ്റ്, ഗുഡ്, ബിക്കോസ് ഐ ഹാവൻ ഡൺ മൈ ഹോം വർക്ക്.
ഞാൻ ഹോംവർക്ക് ചെയ്തില്ല, അപ്പോൾ ചെയ്യാത്ത കാര്യത്തിന് ശിക്ഷിക്കത്തില്ലെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഇത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അവസാനത്തെ കാര്യം 3 വർഷത്തെ മാരേജിനെ പറ്റിയാണ് പറയുന്നത്. ദ ഫസ്റ്റ് ഇയർ ഓഫ് ദ മാരേജ് ദ മാൻ സ്പീക്സ് ആൻഡ് വുമൺ ലിസൺ. ആദ്യ വർഷം എങ്ങനെയാണ്? ഭർത്താവ് സംസാരിക്കും, ഭാര്യ കേൾക്കും. ഇൻ ദ സെക്കൻഡ് ഇയർ വുമൺ സ്പീക്സ് ആൻഡ് മാൻ ലിസൺസ്. രണ്ടാമത്തെ വർഷം എങ്ങനെയാണ്? ഭാര്യ സംസാരിക്കും, ഭർത്താവ് കേൾക്കും. ഇൻ ദ തേർഡ് ഇയർ ദേ ബോത്ത് സ്പീക്ക് ആൻഡ് ദി നെയ്ബേഴ്സ് ലിസൺ. മൂന്നാമത്തെ വർഷം അങ്ങനെ രണ്ടുപേരും സംസാരിക്കും, കേൾക്കുന്ന ആരാണ്? അയൽവക്കക്കാരാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് വലിയ തമാശയായിട്ടൊന്നും തോന്നിയിട്ടില്ല എന്ന് ഉറപ്പുണ്ട്. കാരണം എന്നാണ്, ഇംഗ്ലീഷ് തമാശകൾക്ക് ഈ ഒരു സ്റ്റാൻഡേർഡൊക്കെ പ്രതീക്ഷിച്ചാണ്. കാരണം നമ്മൾ ഒരുപാട് തമാശകൾ കേട്ട് വളർന്നതാണ് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറ്റുന്ന അത്രയും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ പുതിയ ഫേസ്ബുക്ക് പേജ് I am Justin Thomas എന്നുള്ള പേജ് ലൈക്ക് ചെയ്യുക. മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലെസ് യു.